Good morning, dear students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 5 വരുന്ന റൊട്ടേഷനിലെ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ, അതായത് ഫോഴ്സ് കൺസിഡർ ചെയ്യാതെയുള്ള റൊട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈ വീലിൻ്റെ പ്രോബ്ലംസും ആണ് നമ്മൾ നോക്കുന്നത്. സോ കമ്മിങ് ടു നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൈ വീലിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയേണ്ടത് ലീനിയർ മോഷൻസിലും ആംഗുലർ മോഷൻസിലും നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഇക്വേഷനുകളാണ്. നമ്മൾ ഓൾറെഡി +2 കവർ ചെയ്യുന്ന പോർഷൻസ് ആണ്. എങ്കിലും ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്ക് ഈ ഇക്വേഷൻസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുന്നതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ആംഗുലാർ കേസുകളാണ് നമ്മളിതിൽ സംസാരിക്കുന്നത്. അപ്പോൾ ലീനിയർ കേസിൽ മാസ് പറയണ പോലെ തന്നെ മറ്റേതിൽ ആംഗുലാർ കേസിൽ നമ്മൾ ഇനേഷ്യാണ് പറയുക. അപ്പോൾ ടോർക്കാണ് നമ്മൾ കാണേണ്ടി വരിക. അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഫ്ലൈ വീൽ ഉണ്ട്. ഫ്ലൈ വീൽ വെയ്റ്റ്സ് 500 ന്യൂട്ടൺ, ഹാവിങ് എ റേഡിയസ് ഓഫ് ഗൈറേഷൻ 0.4 മീറ്റർ, ലൂസസ് ഇറ്റ് സ്പീഡ് 300 RPM to 180 RPM in 1 minute. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയണം. ടോർക്ക് ഇസിക്കൽ ടു I ഇൻറ്റു ആൽഫ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ്. അത് കാണാനുള്ള ഇക്വേഷൻ mk² ആണ്. ഇനി വാട്ട് അബൌട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ഒമേഗ മൈനസ് ഒമേഗ 0/t. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതാം. വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ W ഇസിക്കൽ ടു 500 ന്യൂട്ടൺ. സോ ടു കൺവേർട്ട് ഇൻ ടു മാസ് ഇസിക്കൽ ടു വെയിറ്റ് ബൈ ഗ്രാവിറ്റി. സോ ദാറ്റ്സ് ഇസിക്കൽ ടു 500 ഡിവൈഡഡ് ബൈ 9.81. ഓക്കെ. സോ I നമുക്ക് അറിയാം ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോർക്ക് ഇസിക്കൽ ടു I ഇൻറ്റു ആൽഫയാണ്. സോ I ഇസിക്കൽ ടു mk² ആണ്. മാസ് ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഞാൻ മാസിന് പകരം 500 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ 0.4 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0.4 ഹോൾ സ്ക്വയർ. സോ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8.155 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സ്പീഡ് വേരീസ് ഫ്രം 300 RPM to 180 RPM. സോ നമുക്ക് ഇനീഷ്യൽ കേസിൽ നമുക്ക് ഒമേഗ 1 ആയിട്ട് എടുക്കാം. സോ RPM എന്ന് പറയുന്നത് ആക്ച്വലി നോർമൽ സ്പീഡാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഒമേഗ 1ഉം ഒമേഗ 2 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് N1 ആൻഡ് N2. N1 ആണ് നമുക്ക് 300 RPM തന്നിരിക്കുന്നത്. N2 ആണ് നമുക്ക് 180 RPM തന്നിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒമേഗ ഇസിക്കൽ ടു 2πn/60. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യണം. സോ എന്ത് വന്നു? സോ ഒമേഗ 1 ഇസിക്കൽ ടു 2π ഇൻറ്റു 300/60. So 60 1 time, this is 5 times, so we get 10 pi. So same like N2 നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ഒമേഗ 2 ഇസിക്കൽ ടു 2π ഇൻറ്റു 180/60. സോ 60 180ൽ 3 ടൈംസ്. സോ ദാറ്റ്സ് ഇസിക്കൽ ടു 6π. സോ ആൽഫ ഇസിക്കൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി. സോ ദാറ്റ് മീൻസ് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ അതിനുവേണ്ട ടൈം ഇസിക്കൽ ടു 1 മിനിറ്റ് ആണ് പറയുന്നത്. 1 മിനിറ്റ് ഇസിക്കൽ ടു 60 സെക്കൻഡ്സ് ആണ്. സോ എന്തുകൊണ്ടാണ് 60 വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. സോ ദാറ്റ് ഇസിക്കൽ ടു 10π മൈനസ് 6π ഡിവൈഡഡ് ബൈ 60. സോ 10π മൈനസ് 6π എന്ന് പറഞ്ഞാൽ 4π ഡിവൈഡഡ് ബൈ 40. ദാറ്റ് ഇസിക്കൽ ടു π/15. So alpha is equal to π/15 radian per second square. So torque is equal to I into alpha. So that's equal to 8.155 into pi divided by 15.
അതായത് ആൽഫേൻ്റെ വാല്യൂ. സോ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1.708 ന്യൂട്ടൺ മീറ്റർ. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഡിസംബർ 2019 യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് എന്തായാലും നന്നായി ഒന്ന് പഠിക്കുക, അതിനുശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. A rotor of an electric motor is uniformly accelerated to a speed of 1800 rpm from rest for 5 seconds, and then immediately power is switched off and the motor decelerates uniformly. If the total time elapsed from start to stop is 12.5 seconds, determine the number of revolutions made while acceleration and deceleration. Also find the value of deceleration. So നമുക്കറിയാം ഇലക്ട്രിക് മോട്ടർ ആക്സിലറേറ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇലക്ട്രിക് മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് ടു എ സ്പീഡ് ഓഫ് 1800 RPM ഫ്രം റെസ്റ്റ്. അപ്പോൾ 0 സ്പീഡിൽ നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 1800 RPM ഇത് റൈസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ പവർ സപ്ലൈ കട്ട് ചെയ്യാണ്, എന്നിട്ട് ഇതിനെ ഡീസിലറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നതും ഡീസിലറേറ്റ് ചെയ്യുന്നതും കൂടിയിട്ടുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12.5 seconds ആണ്. ഓക്കെ. അപ്പോൾ അതിൽ 5 സെക്കൻഡ് ആക്സിലറേറ്റ് ചെയ്യാനും ബാക്കി 7.5 seconds ഡീസിലറേറ്റ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എത്ര റവല്യൂഷനാണ് ഇതിൽ നടക്കുന്നത്, ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്, ഡീസിലറേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്, അതുപോലെ തന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡീസിലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഗിവൺ ഡാറ്റാസിൻ്റെ ഏറ്റവും ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം, റസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ and 0 is equal to 0. So that means omega, ഇതിനെ ഒമേഗ ആക്കുമ്പോൾ ഒമേഗ 0 is equal to 0. കാരണം 2πn/60 ആണ് നമ്മുടെ ഇക്വേഷൻ. ഒമേഗ is equal to 2πn/60. അപ്പോൾ സിൻസ് n is equal to 0 ആയതുകൊണ്ട് ഒമേഗ 0 is equal to 0. സോ ഫൈനൽ സ്പീഡ്, ഇനി നമ്മൾ ഫൈനൽ സ്പീഡ് എടുക്കുകയാണ്. ഫൈനൽ സ്പീഡ് ഞാൻ n എന്നാണ് പറയുന്നത്. n is equal to 1800 RPM ആണ്. So omega is equal to 2π into 1800/60. That's equal to 60 pi radian per second. കാരണം 60 180ൽ 3 times 30 times 30 into 2 60 pi time. So time, സോ നമുക്ക് ടൈം എടുക്കണം. ടൈം നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന കേസാണ് ആദ്യം എടുക്കുന്നത്. 5 seconds ആണ്. ഓക്കെ. സോ ആൽഫ ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ ഒമേഗ ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഞാനിപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നെ എഴുതുന്നു, കൺഫ്യൂഷൻ അടിക്കേണ്ട. ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ അതിനുള്ള ടൈം ടി. സോ ദാറ്റ്സ് ഈക്വൽ ടു 60 pi minus 0 അതിനുള്ള ടൈം 5 seconds. ദാറ്റ് മീൻസ് ഈക്വൽ ടു 12 pi റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ആൽഫ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ നമ്പർ ഓഫ് റവല്യൂഷൻസ് മേഡ് വൈൽ ആക്സിലറേഷൻ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമ്മൾ ആംഗുലാർ ആക്സിലറേഷനാണ് കണ്ടുപിടിച്ചാണ്. ഇനി സോ നമ്മളിപ്പോൾ ആൽഫ കണ്ടുപിടിച്ചുള്ളൂ. ഇനി ഇതുകൊണ്ട് ഡിറ്റർമിൻ ദ റവല്യൂഷൻ, എത്ര റവല്യൂഷനാണെന്നുള്ളത് കണ്ടുപിടിക്കണത്. അതായത് തീറ്റയാണ് ആക്ച്വലി വേണ്ടത്. നമുക്ക് ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ എസ് എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ കേസുകളാണ് തീറ്റ ഇസ് ഇക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. സോ ഈ ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണത്. കാരണം നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കണ്ടുപിടിച്ചാലാണ് റവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ തീറ്റ ഇസ് ഇക്വൽ ടു ഒമേഗ 0 ആണ്. 0 ഇൻറ്റു ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആയതുകൊണ്ട് 0 ഇൻറ്റു 5 പ്ലസ് ഹാഫ് ഇൻറ്റു 12 പൈ ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് നമുക്കറിയാം 5 സെക്കൻഡ്സ് ആണ്. സോ 5 സ്ക്വയർ. സോ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 150 പൈ റേഡിയൻ എന്നാണ്. ഓക്കെ. നമുക്കറിയാം ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു സർക്കിളിൽ ഫുൾ എന്ന് പറഞ്ഞാൽ 2 പൈ റേഡിയൻ ആണ്. ഒരു സർക്കിൾ
ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2π റേഡിയൻ, കാരണം അത് 360 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈ റേഡിയൻ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. സോ 2π റേഡിയൻ ഇസ് ഇക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര റേഡിയൻ ആണ്? 150π റേഡിയൻ ആണ്. സോ റവല്യൂഷൻ ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് റവല്യൂഷൻ is equal to 150π divided by 2π. That means 75 revolution. Okay, so accelerate ചെയ്യുമ്പോൾ ഇത് 75 revolution complete ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആക്സലറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡീസലറേഷനിലേക്ക് പോവാം. അപ്പോൾ ഡീസലറേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ള ടൈം ആദ്യം കണ്ടുപിടിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ടൈം 12.5 സെക്കൻഡ് ആണ്. അതിൽ ആക്സലറേഷൻ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ടൈം 12.5 സെക്കൻഡ് ആണ്. അതിൽ 5 സെക്കൻഡ് ആക്സലറേഷനും 7.5 സെക്കൻഡ് ഡീസലറേഷനും ആയിരിക്കും. സോ ടൈം ഇസിക്കൽ ടു ഇവിടെ നമുക്ക് കിട്ടിയത് 7.5 സെക്കൻഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നോട്ട് എടുത്ത് വായിച്ചു നോക്കുക. സോ 7.5 സെക്കൻഡ് ആകുമ്പോൾ നമ്മുടെ ω0 ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ആക്സിലറേറ്റ് ചെയ്തു. 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് മാക്സിമം സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് 1800 RPM. സോ 2π ഇൻറ്റു 1800 divided by 60. That means 60π റേഡിയൻ പെർ സെക്കൻഡ്. സോ ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, കാരണം ഇറ്റ് കംസ് ടു റെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ആൽഫ ഇസ് ഇക്വൽ ടു 0 minus 60π divided by 7.5 seconds. So alpha is equal to minus 8π radian per second square. Minus 1 റീസൺ മനസ്സിലായിട്ടുണ്ടാവും, ഡീസലറേറ്റ് ചെയ്യണം. സോ നമ്മൾ പൈയുടെ വാല്യൂ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് ഇക്വൽ ടു, സോ ആൽഫ ഈസ് ഇക്വൽ ടു minus 25.13 radian per second square. ഓക്കെ, സോ തീറ്റ ഇസിക്കൽ നേരത്തെ പോലെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഡിസ്റ്റൻസ് ഇസിക്കൽ തീറ്റ ഇസിക്കൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് ഡീസലറേറ്റ് ചെയ്യാന്ന് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊരു മീനിങ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൽഫേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ω0 എന്ന് പറയുന്നത് 60π ഇൻറ്റു 7.5 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ മൈനസ് 25.13 ഇൻറ്റു 7.5 സ്ക്വയർ. സോ ഇതിൽ എത്രയാണോ നമുക്കൊരു ആൻസർ കിട്ടുന്നത്, ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450π മൈനസ് 225π. സോ ദാറ്റ് ആൻസർ ഈസ് 225π റേഡിയൻ. സോ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π റേഡിയൻ ആണ്. So that's equal to number of revolution is equal to 225π divided by 2π. So ഇതിന് പകുതിയാണ് 112.5 revolution. So this is the answer. So ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കൂടി ഒന്ന് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ വീൽ ആക്സിലറേറ്റ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 180 RPM യൂണിഫോംലി ഇൻ 0.4 സെക്കൻഡ്. ഇറ്റ് then rotates at that speed for 2 seconds and then decelerate and came to rest in 0.3 seconds. Determine the total revolution
made by the wheel. അപ്പോൾ ഇതിൽ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഒരു ആക്സലറേഷൻ ബാട്ടും ഉണ്ട്, ഒരു ഡീസലറേഷൻ ബാട്ട്സും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ കേസിലേക്ക് നോക്കാം. വീൽ ആക്സലറേറ്റ് ഫ്രം റസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് ആൻഡ് റീച്ചസ് ടു എ സ്പീഡ് ഓഫ് 180 RPM. സോ 180 RPM എത്തുന്നു ഇൻ 0.4 സെക്കൻഡ്. അപ്പോൾ 0.4 സെക്കൻഡാണ് ആക്സലറേഷൻ നടക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ 2 സെക്കൻഡ് ആ ഒരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം 0.3 സെക്കൻഡ് കൊണ്ട് അത് ഡീസലറേറ്റ് ടു 0 സ്പീഡിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിന് 3 സ്റ്റേജാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ആക്സലറേഷൻ, 2 സെക്കൻഡ് കോൺസ്റ്റൻറ്റ് സ്പീഡ്, കോൺസ്റ്റൻ്റ് ആയിട്ട് 2 സെക്കൻഡ്, പിന്നെ 0.3 സെക്കൻഡ് ഡീസലറേഷൻ. ഓക്കെ, സോ കേസ് 1 നമുക്ക് നോക്കാം. കേസ് 1 ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ആണ്. സോ n0 is equal to 0, that means omega 0 is equal to 0 and it reaches a speed of 180 RPM. So omega is equal to 2 pi into 180 by 60, that's equal to 6 pi radians per second. So time is equal to 0.4 seconds ആണ്. That means alpha is equal to change in velocity. അപ്പോൾ 6 pi minus 0. So 6 pi divided by 0.4 second ആണ്. Minus 0 ഉണ്ട് കേട്ടോ. Okay, that's equal to 15 pi radian per second square. അതാണ് ആൽഫ. സോ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തീറ്റ കണ്ടുപിടിക്കുകയാണ്. തീറ്റ is equal to omega 0 into t plus half into alpha t square. ഈ ക്വസ്റ്റനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. 0 into 0.4 plus half into ആൽഫ. ആൽഫ എന്ന് പറയുന്നത് 15 pi into t 0.4 സ്ക്വയർ. സോ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So we get 1.2 pi radian. ഓക്കെ, അതവിടെ കേസ് 1 കഴിഞ്ഞു. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് 180 RPM ആണ്. 180 RPM കറങ്ങുന്ന ബോഡി 2 മിനിറ്റ് കറങ്ങുകയാണ്. സോ തീറ്റ ഇസിക്കൽ ടു, ഞാൻ നേരത്തെ തന്നെ തീറ്റ 1 ഇടാണ്. സോ തീറ്റ 2 ഇസിക്കൽ ടു അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ആ സ്പീഡിലാണ് കറങ്ങുന്നത്. ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 180 RPM എത്തി. സോ ദാറ്റ്സ് ഇക്വൽ ടു 6 pi റേഡിയൻ ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ് കറങ്ങണത്. ദാറ്റ്സ് ഇക്വൽ ടു 12 pi റേഡിയൻ. സോ കേസ് 2 കഴിഞ്ഞു, ആക്സലറേറ്റ് ചെയ്തു, കേസ് കഴിഞ്ഞു, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറങ്ങി. ഇനി ഡീസലറേറ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. ഡീസലറേറ്റ് ചെയ്യുമ്പോൾ കേസ് 2, സോ തീറ്റ 3 ആണ് നമ്മൾ വരുന്നത്. സോ നമുക്കറിയാം ഇപ്പോഴത്തെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, നമ്മൾ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 180 RPM കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഒമേഗ 0 ഇസിക്കൽ ടു 6 pi റേഡിയൻ പെർ സെക്കൻഡ്. ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് പിന്നെ ചെല്ലുന്നത് ഡീസലറേറ്ററിൻ്റെ ടേക്ക് ടു റസ്റ്റ് 0 എത്തുന്നതാണ്. സോ ഒമേഗ ഇസിക്കൽ ടു 0. സോ ആൽഫ ഇസിക്കൽ ടു 0 മൈനസ് 6 pi ഡിവൈഡഡ് ബൈ അതിന് വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 0.3 സെക്കൻഡ്സ് ആണ്. സോ ദ ആൻസർ ഈസ് മൈനസ് 20 pi റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സലറേഷൻ കിട്ടി. നമ്മുടെ തീറ്റ നമ്മൾ കാണാൻ പോകുന്നത് കേസ് 3 ആണ്. അപ്പോൾ തീറ്റ 3 ഇസിക്കൽ ടു ഒമേഗ 0 t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഈ ആൽഫ ഓരോ സമയത്ത് മാറുന്നുണ്ട് കേട്ടോ, നമ്മളത് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഇക്വൽ ടു, ഇപ്പോഴത്തെ നമ്മുടെ കേസിൽ 6 pi ആണ്. 6 pi ഇൻറ്റു 0.3 സെക്കൻഡ്സ് പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ്
20 pi into 0.3 square. So that's equal to, we get 2.7 pi radian. ഞാൻ ഈ പൈയിൽ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിനുണ്ട്. സോ ടോട്ടൽ തീറ്റ ഇസിക്കൽ ടു θ1 പ്ലസ് θ2 പ്ലസ് θ3 ആണ്. അസലറേഷൻ, കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ഡിസലറേഷൻ. സോ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1.2 pi പ്ലസ് 12 pi പ്ലസ് 2.7 pi. സോ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15.9 pi എന്ന് കിട്ടും. സോ റവല്യൂഷൻ ഇസ് ഇക്വൽ ടു 2 pi കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 15.9 pi ഡിവൈഡഡ് ബൈ 2 pi. 2 പൈയുടെ റീസൺ ഓർമ്മ മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 pi റേഡിയൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദ ആൻസർ ഈസ് 7.95 revolution. So this is the answer. ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.